കുത്തുന്ന? അതാരോ അവിടെ കുത്തിരുന്നതാ. എന്തിനി? ആ, അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ വല്ല തലവേദനയായിട്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും. അല്ലാതെ ഈ പ്രേതവും കുന്തോന്നല്ലാതെ. അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ പ്രേതം തന്നെയാണെങ്കിലോ? ആ, പ്രേതം മണ്ണാൻ കെട്ടിയാ. ഇതിന്റെ ഉള്ളിൽ പ്രേതമൊന്നും ഉണ്ടാകില്ല. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാകുക. തട്ടിക്കൊണ്ടുപോക്ക്, മയക്കുമരുന്ന്, അങ്ങനെ ഒരുപാടുണ്ടാകും. സമാധാനമായി. ഞാൻ വിചാരിച്ചു ഇവിടെയും പ്രേതം വന്നു. നിങ്ങൾ നടക്ക്, ഇതുപോലത്തെ കുറേ കാണും. അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. നമുക്ക് വേഗം അമ്മ ചേച്ചിയെ കണ്ടുപിടിക്കാം. എന്നാലും അതെന്താ ആരെയും കാണാത്തത്? അതന്നെ, ഒരു ഈച്ച പോയിട്ട് ഒരു പൂച്ച വരെയില്ല. ഡാ, പൂച്ചയില്ലാന്നാ? പൂച്ചയാണെങ്കിൽ നേരത്തെ കണ്ടിക്കില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ആരെയും കാണാത്തതുകൊണ്ട് പറഞ്ഞതാ. ആ, നീ എങ്ങനെയാ പറയണ്ട. ഹായ്, റെയിൽപാലോ. ഇതെങ്ങനെ ഇതിലോട്ടാ ട്രെയിൻ പോവുക? ഇവിടം മുതൽ ഇവിടം വരെയല്ലുള്ളൂ. ഈ പെണ്ണുങ്ങളെയും കൊണ്ട്. ഇത് റെയിൽപാലൊന്നല്ല, ഏണിയാ, ഏണി. തീരെ ബുദ്ധി ഇല്ലാണ്ടായിപ്പോയി നിങ്ങള്. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളെ മന്ന ബുദ്ധി ഉണ്ടെങ്കിലും വിളിക്കാനും, അതും കൂടെ ഇല്ലാണ്ടായിപ്പോയല്ല. ഇവിടെ എല്ലാം ആരൊക്കെയോ താമസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഇനി സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതെന്താ ഇത്ര നേരം സൂക്ഷിക്കണ്ടേനാ? നിങ്ങളൊരിക്കൽ ബായും പൂട്ടി നിൽക്കുക. നമ്മളിനി സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകുവാൻ. ആരുടെയെങ്കിലും കണ്ണിൽ പെട്ടാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാകും. അത് ശരിയാ. പക്ഷെ നമ്മൾ ഇത്ര നേരം നടന്നിട്ടും അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളൊരു തെളിവ് പോലെ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതും ശരിയാണ്. വാ, നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. നമുക്കെല്ലാവർക്കും കിടക്കാൻ ഇവിടെ കട്ടിലും കിടക്കലുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങാൻ വന്നതാ? അല്ല. എന്നാ മിണ്ടാണ്ടങ്ങ് നടന്നോ. എന്നാലും ഇവിടെ എന്തിനിങ്ങനെ കുറെ കട്ടിലും കിടക്കാൻ കൊണ്ടുപോയിട്ടത്? ചിലപ്പോ ഈ കള്ളന്മാരുടെ ഹോസ്റ്റലായിട്ടായിരിക്കും ഇത്. ഈ കള്ളന്മാർക്ക് ഹോസ്റ്റൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഇപ്പാ തീരുന്നത്. എന്റെ കുഞ്ഞാമിത്ത, ഒന്ന് ബായും പൂട്ടി നടക്കുക. എന്താടാ? ഒന്നുമില്ല, ഒന്ന് ബായും പൂട്ടി ഞങ്ങളെ കൂടെ നടന്നാൽ മാത്രം മതി. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവുക? ഒരൊറ്റ റൂമിലും ആരുമില്ലല്ലോ. അതന്നെ, നമ്മൾ ഒരുവിധ എല്ലാ സ്ഥലവും നോക്കിയില്ലേ? ഇവിടെയൊന്നും ആരുമുള്ളതായിട്ട് ഒരടയാളം പോലും ഇല്ല. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ? അപ്പൊ അമ്മുച്ചേച്ചിയോ? അമ്മുച്ചേച്ചി ഇവിടെ എവിടെയും ഇല്ല. നമുക്കിത് പോലീസിൽ തന്നെ അറിയിക്കാം. അത് തന്നെയാ നല്ലത്. നമുക്ക് ആ CCTV ദൃശ്യം പോലീസിനെ കാണിച്ചു കൊടുക്കാം. അതെവിടുന്നൊരു സൗണ്ട്? ഞാനും കേട്ടുക്ക്. അത് ഈ റൂമിൽ തന്നെയായിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കും. വാ, നമുക്ക് ചുറ്റും നോക്കിയേക്കാം. എന്നാൽ മതി വിടുന്ന. അമ്മു ചേച്ചിയിലിത്. തന്നെ അമ്മു. അമ്മു, അവൾക്ക് തീരെ ഭൂതമില്ല. ഭൂതമല്ല, ബോധം. അമ്മു എണീക്ക്, എണീക്കമ്മു. എല്ലാവരും അവളെ പിടിച്ച് പൊന്തിക്ക്.